ഹായ് ഗായ്സ്, അപ്പോൾ ഡെയിലി ബ്ലോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെറൈറ്റിയാണ് ഗായ്സ്. എപ്പോഴും ഞാൻ വെറൈറ്റി ആകുമ്പോൾ ഇന്നത്തെ ലാമി വന്നതിൻ്റെ ശേഷം ഇപ്പോൾ ഫുള്ള് വീട്ടിൽ ഓരോ മാറ്റങ്ങളും ഓരോ കാര്യങ്ങളും. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അയങ്ങാണ്ട് ഒരു ഡെയിലി വ്ളോഗ്സാണ് നമ്മളിപ്പോൾ ഇൻഷാല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഐസാണ്ട് കേട്ടോ, ഞങ്ങൾ പറഞ്ഞുതരാം എങ്ങോട്ടാ പോണതൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാം. ലാമി എവിടെയെന്ന് അറിയില്ല, നോക്കട്ടെ. ആദ്യമൊക്കെ എപ്പോഴും ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ മാമീന് ഇപ്പോൾ ലാമി ഗൈസ്, ലാമി മാറ്റാം. അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എവിടേക്ക് ലാമി പറയും, ലാമി തന്നെ പറഞ്ഞോ, ലാമിന്റെ ഇതാണ്. ആ പറയൂ. യെസ് ഗൈസ്, ഫൈനലി ഷീസ് ഗോയിങ് ടു ജിം ഗൈസ്. ഞങ്ങൾ രണ്ടാളും പോവാട്ടോ. ഞാൻ ഓൾറെഡി പോയതിന് ഞാൻ പിന്നെ കുറച്ചായിട്ട് നിർത്തിയത്, കുറച്ച് മന്ത് ഗ്യാപ്പ് ഇട്ട്. അപ്പൊ ഇനി ലാമിയും പോവാണ് ഗൈസ്. ലാമിനെ ചേർക്കാൻ പോവാണ് ഞങ്ങൾ അല്ലേ? പറ ലാമി ആർക്കല്ല അതിന് വേണ്ടിട്ട് പോയല്ലോ. നമ്മള് ജിമ്മും കാര്യങ്ങളൊക്കെ എപ്പോഴും പറയാം, നമ്മളെ ഹെൽത്ത് നമ്മള് അതിന് വേണ്ടിട്ട്, അല്ലാതെ നോക്കാൻ വേണ്ടി കൊറേ ആയിട്ട്. ഇവളാദ്യം മുമ്പ് പോയിനു. അപ്പൊ ലാമി ഇപ്പൊ ഞങ്ങള് ജിമ്മിക്ക് പോവാണ്. മാമി ഉണ്ട് കേട്ടോ, മരിയോളെ ചേർക്കാനും മാമി ഉണ്ട്. ആ പിന്നെ മേ ബി മാമിയും ചേരും. മരിയോള് വന്നപ്പം അതെ അതെ, ഞങ്ങൾ കുടുംബം കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ഒക്കെ അല്ലേ? ബ്യൂട്ടി അല്ലല്ല, റിയൽത്ത് കോൺഷ്യസ് ആണ്. അതെ ഗൈസ്, അപ്പൊ ഞങ്ങൾ പോവാട്ടോ. അപ്പൊ അവിടെ എത്തിയിട്ട് വിശേഷം കഴിത്തരാം. ലാമിന് മസിലൊക്കെ ഇങ്ങനെ എന്താ പറയാ, നമുക്ക് നോക്കാം അവിടെ എത്തിയിട്ടില്ല വിശേഷം. വെൽക്കം ടു അനദർ വീഡിയോ. ജിമ്മ് ചേരാൻ പോകണ്ട രണ്ടാൾക്കാര്, രണ്ടല്ല മൂന്നാളിതാ. മൂന്ന് മാമ പറഞ്ഞൊക്കെ ഇട്ട് ജിമ്മ് കാണാൻ പോകും. മാമി ഉണ്ട് കേട്ടോ, മാമിയും മരുമോളും എന്നും രാവിലെ നീച്ചിട്ട് ഫുൾ പ്ലാൻ ചെയ്യുന്നു. ഇന്നലെ മാമ ഇന്ന് ജിമ്മൊക്കെ നിരീക്ഷിക്കാൻ പോവാണ്, എന്നിട്ട് ഒന്നും കൂടി കൺഫേം ചെയ്യണം അല്ലേ? പിന്നെ ആശിനെ ഞാൻ പോയിട്ടൊന്നും സെറ്റ് ആക്കാണ്ട് ഓക്ക് സെറ്റപ്പ് ആക്കണ്ടേ? നമ്മള് ജിമ്മ് പോവാണ്. ജിമ്മ് പോണവര് അതേപോലെ ജിമ്മിന് എങ്ങനെയൊക്കെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്യണൊക്കെ കമന്റ് ഒക്കെ ചെയ്തോളി, നമുക്കൊരു ഹെൽപ്പ് ആവൂലേ. പിന്നെ നമ്മളിപ്പോ ലേഡീസിന് സെപ്പറേറ്റ് ആയിട്ടുള്ളതുണ്ട്, അതേപോലെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ളതുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് പോയോക്കെ, നമ്മളെ സ്വന്തം ജിമ്മാണ്. അതെ, നമ്മളെ ഞാൻ കൊറേ ആയിട്ട് പോണ ജിം തന്നെയാണ്. ആശി ഉണ്ടായിരുന്നു, ഇപ്പൊ കുറച്ചായിട്ട് ഒന്ന് നിർത്തിയതാണ്. അവിടെ പോയിട്ട് കാണിച്ചു തരാം. ഇവിടെ തന്നെയാണ് നമ്മളെ ജിമ്മുള്ളത്. എടക്കര മീൻ മാർക്കറ്റ് റോഡിന്റെ ഉള്ളിലേക്ക് ജസ്റ്റ് കയറിയാല് അപ്പൊ ഇവിടെയാണ് കേട്ടോ നമ്മളെ ബൈസൺ വുമൻസ്. ഇതാണ് ഇവിടെയാണ് ഇവിടെ ലെഗ് ഒക്കെ കഴിഞ്ഞാൽ ആ സ്റ്റെപ്പ് സീനാണ്. ഒരു സ്റ്റെപ്പ് ഒന്നല്ല കയറി കേട്ടോ. ബൈസൺ വുമൺ ഫിറ്റ്നസ് ക്ലബ്ബ് ഇവിടെയാണ്. കൊറേ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക്. സീരിയസ്ലി ലാമിനെ തുറന്നോ? ബിസ്മില്ലി. അതെ, ലാമി ഫുള്ള് വർക്കൗട്ട് ആയിരിക്കും ഗൈസ്. ഇവിടെ ഇതാണ് പുതിയ അഡ്മിഷനാ. അതെ, ചിലപ്പോ രണ്ടാളുണ്ടാവും. ഒരിക്കൽ എന്താ വെച്ച് ചെയ്ത് കൊടുക്കുക. ഞങ്ങളെ മാസ്റ്റർ അതെ, ധാവന്റെ മാറ്റോ നമ്മളെ ജിമ്മ് കാണിക്കുന്നുണ്ട് ഞങ്ങള്. അതെ, ഇതാ നിഷാദ് നമ്മളെ അഡ്മിഷൻ നമ്മളെ സെറ്റാക്കി കൊടുക്കണം. പിന്നെ ചിലപ്പോ ഇൻഷാല്ലാ ഉണ്ടാവും. മാറ്റര് കണ്ടിട്ട് ആൾക്കാർ പറയണത് ഇവിടുന്ന് മാറിയെന്ന് പറയണം. അപ്പൊ പറയണം ബൈസൺ ജിമ്മെന്നാ മാറിയെന്ന് പറയിപ്പിക്കും ഗൈസ്. അപ്പൊ ഇൻഷാല്ലാ ഇവര് ലാമി ഉണ്ടാവും. എന്താ ലാമി അവസ്ഥ? ലാമിന്റെ കീഴ് വയ്ക്കരുത് സത്യം പറഞ്ഞ. അതെ,
ഞങ്ങൾ കാട്ടി തരട്ടെ ഇതിന്റെ ഫുള്ളും സെറ്റപ്പ്. ശരിയല്ലേ? ആ നീച്ച് വരണം, കുറച്ചൊക്കെ പണി. അതെ സെറ്റപ്പ് ആവും. ഇപ്പൊ തന്നെ വിയർത്ത് ഗൈസ്. നല്ലാണ്, നമ്മള് വരുമ്പോ തന്നെ വിയർത്തൊക്കെ സെറ്റപ്പായി. യെസ്, ലേഡീസിന് സെറ്റായ സ്ഥലാട്ടോ. ഇതിന്റെ മുന്നേ നമ്മള് പോണതാണ്. അപ്പൊ ലേഡീസ് ഇപ്പൊ എടുത്ത് കുറച്ചായിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്തിട്ട്. നല്ല ലേഡീസ് ട്രെയിനർ തന്നെയാണ് ഇവിടെ, സെപ്പറേറ്റ് ആണ്, ജെന്റ്സിന്റെ അപ്പുറത്താണ്. അത് നമുക്ക് കാണിച്ചു കൊടുക്കാം. അതെ, പിന്നെ ഇനി ലാമിന്റെ ഓരോ സ്റ്റോറി കാര്യങ്ങളൊക്കെ. ഇവിടെ ചേർന്ന പിന്നെ ലാമി ഫുൾ സ്റ്റോറി തന്നെ ആയിരിക്കും. അതെ, അപ്ഡേറ്റ് ചേഞ്ച്. അതെ, ഇതൊക്കെ നല്ല സ്പേസും ഉണ്ടല്ലേ, നമ്മള് വിചാരിച്ച എല്ലാവരും സെറ്റാണ്. ശരിയല്ല അമ്മ? ലേഡീസിമൊക്കെ ആണെങ്കിൽ എന്താണ് ട്രെഡ്മില്ല്, കുറച്ച് ഡംബൽസ്, കാർഡിയോ വർക്കൗട്ടുകൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താ വെച്ചാൽ എല്ലാ എക്യുപ്മെന്റ്സും ഉണ്ട്. നമ്മൾ എന്താ വെച്ചാൽ പിന്നെ ഇപ്പോൾ സ്ട്രെങ്ത് ട്രെയിനിങ് ആണ് മെയിനായിട്ട് കൊടുക്കുന്നത്. പിന്നെ കാർഡിയോ വർക്കൗട്ട്. ഇത്രയും 30,000 സ്ക്വയർ ഫീറ്റ് സ്ഥലം ഉണ്ട്. പിന്നെ ഇത്രയും വലിയൊരു ജിമ്മ് ചിലപ്പോ മലപ്പുറത്തേക്ക് തന്നെ ലേഡീസിന് ഉണ്ടാവില്ല അല്ലേ? അതെ അതെ, ഞാൻ വന്നപ്പോഴും നല്ല സ്പേസ് ഉണ്ട് അല്ലേ? സെറ്റാണ്. സൂംബ ഡാൻസും ഉണ്ടോ? ഓ സെറ്റ്. കാർഡിയോ പിന്നെ വാംപ് ചെയ്യാൻ ഏരിയ, മൊത്തത്തില് എല്ലാ എക്യുപ്മെന്റ്സും എല്ലാം കുറെ ഉണ്ട്. അതെ, പിന്നെ ഭയങ്കര ഹൈജീനിക് ആണ്. അതെ അതെ, ഫുൾ ക്ലീൻ ആൻഡ് നീറ്റ്. ഇതാണ് ലാമി വന്നപ്പോ തന്നെ ചോദിച്ചത്, അതൊക്കെ ഉണ്ടോന്നില്ലേ? ട്രെഡ്മില്ല് സിലല്ല, നല്ല ഹെൽത്തി ആയി കൊണ്ടുപോകല്ലേ മാസ്റ്ററിനെ പോലെ. ഞാൻ +2 തുടങ്ങിയിരിക്കണേ അവിടെ നമ്മളെ ശിഷ്യനാണ്. അതെ, ഞാൻ പിന്നെ ഇടക്ക് നിർത്തും, അതെ അതെ, അത് മടിയനാണ്. ഒരു മാസം വരും, ഒരു കൊല്ലം ലീവ് എടുക്കും. അത് സത്യാണ്. അതെ, ഞാൻ കൊണ്ടുപോയി. അതെ, നമ്മള് കൊണ്ടുപോകും, അവിടെ കൊണ്ടുപോകും. ചോർന്ന് പോയിക്കണ്. ഇതൊക്കെ സെറ്റാക്കണം അല്ലേ? നമ്മള് ലാമിക്ക് മസിലല്ല വേണ്ടി, നല്ല ഹെൽത്തി ആയിട്ടില്ല ബോഡി അല്ലേ? അതെന്നും മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് വേണ്ടി ലൈഫ് സ്റ്റൈലായിട്ട്. അതെ, ഞാൻ ലൊക്കേഷനും നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. യെസ്, അപ്പം ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അല്ലേ? നമുക്ക് നമ്മളെ ജിമ്മിൽ പോയൊക്കെ ആശിനെ ചേർത്തല്ലേ നമുക്ക്? ആശിനെ ചേർത്തേ നമുക്ക് അവിടെ പോണം. മിസ്റ്റർ മൂത്തേടാക്കാൻ നമുക്ക്. ഇല്ലല്ല, ഞാൻ വന്ന് നിന്നെ കടത്തി കിട്ടും. മടി. അതാണ്. എല്ലാം ഉണ്ട്, എല്ലാം സെറ്റപ്പാണ്, അവൈലബിൾ ആണ്. 2 ഉണ്ടോ? ഒന്ന് മാമാക്കും, ഒന്ന് ലാമിക്കും. 2 ഉണ്ടോ? അപ്പൊ സെറ്റാണ്. ഇതാണ് ഇത്. എന്താണ് ഇങ്ങനെ പറയുകയാണെങ്കിൽ സാധാരണ ലേഡീസ് ജിമ്മില്ല മാറിക്കല്ല. സാധാരണ ജിമ്മിൽ അതിന്റെ ഡബിൾ മെഷീനറിയാണ് ഇവിടെ. അതെ, മാക്ക് തടി പറയാണോ? അതിനിപ്പോ എന്താ ചെയ്യണ്ടേ? അതിനുള്ള മെഷീൻസ് ഒന്ന് കാണിച്ചു കൊടുത്താണ്. തടി പറയാനല്ലേ? അതെ, ട്രെയിനർ ഫുള്ള് സെറ്റപ്പ് ആക്കി തരും മാമ. അതെ, സൗദിയില് 2 വർഷം ജിമ്മിലുണ്ടായിരുന്നു.
പിന്നെ ഇവിടെ വന്ന് ഇപ്പൊ ഇവിടെ ഒരു വർഷമായി വന്നു. അതെ അതെ ഒക്ടോബർ ഇനി നവംബറിൽ വരുമ്പോ ഫുള്ള് മാറ്റം വരുത്തൂലേ? അവിടെ ഒന്നുള്ളൂ അല്ലേ? ഇവിടെ ആണുങ്ങൾക്ക് പ്രവേശനമില്ല. അതെ, ഉള്ളി ലേഡീസ്. എല്ലാ പ്രൈവറ്റും ഇവിടെ കൊടുക്കും. അതാണ് മെയിൻ ആയിട്ട് സെറ്റ്. വെറും ലേഡീസ് ഉള്ളി ലാമിക്ക് സങ്കടം. അതെ, അതാ നല്ലത്. പിന്നെ ഇതിന്റെ അടിയിലാണെന്നുണ്ടെങ്കിൽ എക്സൈസ് ഓഫീസാണ്, ബാങ്കാണ്. ഇവർക്ക് അടിയിൽ എല്ലാ പ്രൈവസി കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ ഇൻഷാല്ലാ ലാമി ചേരാൻ പോവാണ്. മാസ്റ്റർ കൈ പിടിച്ച് ഏൽപ്പിക്കൂ. യെസ്, കൈ എടുത്തോ. ആ, അതൊക്കെ ഇടുക, അതൊക്കെ സെറ്റപ്പാണ്. യെസ്, അപ്പൊ ഒരാളെ കൈ പിടിച്ചു. മാമെന്താ മാമല്ലേ? മാമ വരും എന്തായാലും അല്ലേ? മാമി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അല്ലേ? രണ്ടാള് രാവിലെ തന്നെ എണീറ്റ് വരാനാണ് പ്ലാൻ കേട്ടോ. പേരൻ ഫുൾ പ്ലാൻ ചെയ്യുന്നു, ഇതേപോലെ ഒന്നല്ല ഇതിന്. അപ്പോ ഇതാണ് സെറ്റ്. ഇപ്പൊ തന്നെ കേറുന്നില്ല. ലാമി സ്റ്റാർട്ട് ചെയ്തോ? ലാമി നീ ചമയിക്കണല്ലേ? ലാമി കുടുങ്ങി. അപ്പൊ ഞാൻ അടുത്ത നമ്മളെ പരിപാടി ഇവനെ ചേർക്കാൻ പോവല്ലേ ലാമി? നമുക്ക് ആശനെ ചേർക്കാൻ പോവാട്ടോ. യെസ്, അപ്പോൾ ഇവിടെ നമ്മൾ സെറ്റാക്കി. ഞാൻ ഇവിടുത്തെ ഡീറ്റെയിൽസ് എല്ലാം കോണ്ടാക്ട് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവർക്ക് വിളിച്ച് ഇൻഷാല്ലാ സെറ്റ്. ചിലപ്പോൾ ഉണ്ടാവും. അതെ, ഞാൻ നോക്കട്ടെ കേട്ടോ ചേഞ്ചസ്. ട്രെയിനറിന്റെ ഒപ്പം പോയിട്ടു. അപ്പൊ നീ ആശിക്കാനെ ചേർത്താൻ പോവാണ്. ആശിക്കാനെ പറഞ്ഞേക്കണല്ലേ? മാറൊരു ചേഞ്ച് ആയിട്ട് പെട്ടെന്ന് കുറഞ്ഞിരിക്കുന്നു. എന്നോട് എപ്പോഴും പറയലുണ്ട് നിന്റെ മറ്റേ എന്താണ് ഷോൾഡറോ ഒന്നും ഇങ്ങനല്ലേ അറിയില്ല. എപ്പോഴും ഷോൾഡർ ഇങ്ങനല്ലേ വേറെ പോലെ എന്നൊക്കെ പറയും. അപ്പൊ ആശിക്കാൻ ചേർത്താൻ പോണ്. വരുവോ? ഇനി മുതൽ വരുവോ? ലാമി ഓൻ വരുവോ? വിലഞ്ഞ് പോയോക്ക. നമ്മള് നേരെ നേരെ മേലെ കേട്ടോ. സ്വന്തം വർക്ക്ഷോപ്പിന്റെ നേരെ മുകളിലാണ് സുജീറാൻ ടീം. നമ്മളെ നാട്ടുകാരൻ തന്നെയാണ്. നമുക്ക് ആശിനെ കയ്യോടുകൂടി മാസ്റ്ററിനെ ഏൽപ്പിച്ചോ. ആശി എന്താ ചെക്ക് ചെയ്തിട്ട് കൊറേ ഏജ് വന്നിട്ട് കൊറേ മാറ്റം വന്നില്ലേ നമ്മളെ ജിമ്മിന്? നല്ല സ്പേസും സെറ്റായില്ലേ? ഞങ്ങൾക്ക് വീഡിയോയിൽ കറക്റ്റ് കാണിച്ചു തരാം. ഇപ്പൊ പണി നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇനിയും സെറ്റ് ആവാണ്ട് അല്ലേ? ഇനിയും കുറച്ച് എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ നോക്ക്, നമ്മളെ ഇവിടെ നാട്ടിലില്ലേൽ ഏറ്റവും വലിയ ജിം തന്നെയാണ് ഇതിലെ. സ്പേസും 5000 സ്ക്വയർ ഫീറ്റ് ആവും. സെറ്റ് ഒന്നും നോക്കണില്ല. ആശിനെ കൈ കൊടുത്താ ശരിയല്ലേ? ആ, ഒരാളുണ്ടെങ്കിൽ പെട്ടെന്ന് വരും, പിന്നെ കാണൂല. അതെ, രണ്ടാളും ഒരുമിച്ച്. ജിന്റെ ഇപ്പൊ വന്നോ അല്ലേ? ഞാൻ ഓനെ കൊണ്ടുവരാ. അതെ അതെ, മാമിയും ലാമിയും ഞാനും ആശയും സെറ്റാണ്. ഈ ജിം എങ്ങനെയുണ്ട്? അത്യാവശ്യം നല്ല സ്പേസ് ഇല്ലേ? സെറ്റാണ്. പ്രോട്ടീനും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നമ്മൾ സെറ്റായി കൊടുക്കും. യെസ്, ഇവിടെ പണി ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല, അപ്ഡേറ്റ് ചെയ്യില്ല നമ്മള്.
നമ്മള് പിന്നെ നമ്മള് സ്ഥിരം വരുന്ന ജിം തന്നെയാണിത്. ഞങ്ങള് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഇൻസ്റ്റയിൽ തന്നെ കണ്ടാലറിയാം. ഞാൻ ഇടക്കിടക്ക് ഇടലുണ്ട്. അപ്പൊ എല്ലാ അപ്ഡേറ്റ്സും അവിടെ നിന്ന് തന്നെ കാണാം. Pas quelqu'un qui me rend malheureuse. Elle fait bugger mon téléphone. Je crois que là ça devient sérieux. Elle veut que je fasse un choix de vie. Soit on fait nos vies tous les deux, soit je tiens la route avec mes potes. Ça devient merveilleux. ആശി സെറ്റാണോ ലെഗ്? യെസ്. പുതിയ ഇതിപ്പോ വന്ന പുതിയ മെഷീനാണ് സെറ്റ്. പിന്നെ ലെഗ് ഡേ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടല്ലേ. ലെഗിന് ഭയങ്കര കളിക്കണം ഇഷ്ടം പോലെ മെഷീനുകളുണ്ട് ആശിയാനക്ക് കളിക്കാന്. കൊറേ മെഷീൻസ് ഉണ്ട് നോക്ക്. ഇവിടൊക്കെ സൈക്ലിങ്ങും കാര്യം ഫുള്ള് സെറ്റാണ്. എന്ത് എന്ത് അതെ അതെ അത് നമുക്ക് സെറ്റ് ആക്കണം. സെറ്റപ്പ് ആക്കും ഇൻഷാല്ലാ. മാമി ഉണ്ടാവും കേട്ടോ. ഞാൻ മാമാനെ കാണിച്ചു തരണ്ട് അല്ലേ. നമ്മളെ ബൈസൺ ലേഡീസും ജെൻസും സെറ്റപ്പ് ആക്കും. ഇവിടുത്തെ മാസ്റ്റർ ഇതാണ്. പിന്നെ അവിടുത്തെ ആള് അവിടെ ലേഡീസിന് മാത്രമേ ഉള്ളൂ. അത് സെറ്റാണ്. പിന്നെ ഈ ഇതിന്റെ പ്രത്യേകത പറഞ്ഞാല് ഏറ്റവും വലിയ 5000 സ്ക്വയർ ഫീറ്റ്. നിങ്ങള് എന്താ സെറ്റല്ലേ? അപ്പൊ ഫ്രണ്ട്സ് ആശിയില്ല മാമിയും ജിമ്മിൽ ചേർന്ന് അങ്ങനെ ഇൻഷാല്ലാ നമുക്കെല്ലാം അപ്ഡേറ്റഡ് ആവട്ടെ. ജിമ്മത്തെ വീഡിയോസും ഓല വർക്കൗട്ടും കാര്യങ്ങളൊക്കെ എടുക്കൂലേ, സെറ്റ് ആക്കൂലേ നമ്മള്. പിന്നെ നമ്മളെ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ മതി. നമുക്ക് പറയും അപ്പൊ ഞങ്ങൾ രണ്ടാളും പോകും. പിന്നതാ ഇവര് രണ്ടാളും കേട്ടോ. ഇന്റെ ടൈം എപ്പോഴാണ്? ഞാനൊരു 8-9 ആ ടൈമിലേക്ക് രാവിലെ ഇല്ലെങ്കിൽ ഉറക്ക് ശരിയായിട്ടില്ലെങ്കിൽ സീന. വെള്ളമൊന്നും വേണ്ട. ഞങ്ങള് അപ്പൊ നാളെ കാണാം. ഞാൻ ഒന്നും കാണണേ. ഞങ്ങള് ഇത് കാണണേ കുറച്ച്. അതെ 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 നോക്ക്. കൊറേയൊക്കെ മാറ്റാല്ലേ മാസ്റ്ററെ? ഓനെ കൊറേയൊക്കെ മാറ്റാല്ലേ? അതെ സെറ്റാക്കണം. എല്ലാരും സെറ്റ് ആവൂലേ? നിങ്ങളവിടെ സെറ്റാവും. ആ ഞാൻ ഉണർത്തി കൊണ്ടുവന്നോളൂ അവനെ. അതെ സുഖല്ലേ? രണ്ടും അവന്റെ മുഖം മാറി. അപ്പൊ ഓക്കെ. അപ്പൊ നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട് അല്ലേ? ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്. അത് ഒക്കെ നമ്മൾ സെറ്റപ്പ് ആക്കും. ഓക്കെ. അപ്പൊ ഓക്കെ. ഏകദേശം ചേർന്നു. ജിമ്മിനൊക്കെ ചേർന്ന് സെറ്റായി. ലാമി ഇപ്പൊ തന്നെ കൊയ്ഞ്ഞോണ്ടുണ്ട്. അപ്പൊ ഇൻഷാല്ലാ മാമിയും ലാമി എല്ലാരും ഉണ്ട് നമ്മള്. അതെ. അപ്പം ഹെൽത്തി ഫാമിലി അല്ലേ? ഹെൽത്തി ഫാമിലി അതാ വേണ്ടേ. നമ്മള് ഫുഡും എല്ലാം അല്ല ഞാൻ പറഞ്ഞല്ലേ. അല്ല ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എക്സസൈസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഏകദേശം നമ്മളൊരു പാകത്തിന് കഴിച്ചാൽ തന്നെ സെറ്റ് ആവും. അതെ. അപ്പൊ ഇന്നലത്തെ വ്ളോഗ് എടുത്ത് നോക്കിയാൽ മതി. ഇനി അടുത്ത പരിപാടി എന്താണ്? ഇതിന്റെ ജിമ്മിന്റെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാല്ലേ? യെസ്. എന്താ ലാമി ആശി വാങ്ങിക്കോ. അപ്പൊ എനിക്കൂടെ അതെ ഇൻഷാല്ലാ. അപ്പൊ പർച്ചേസ് ഒക്കെ ചെയ്യട്ടോ. ഞാൻ ഇവിടെ ഇറങ്ങുന്നുണ്ട്. ഞാൻ പെരയിൽ ഇറങ്ങും. അതൊക്കെ പർച്ചേസ് ചെയ്യും. ഓക്കെ. ഓല ഇന്നെ ഇറക്കിപ്പോയി. ഞാൻ പെരയിലെത്തി. എനിക്ക് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളും വർക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഓല് പർച്ചേസ് ചെയ്യാൻ പോവാണ് കേട്ടോ ജിമ്മിൻ്റെ. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ ഓല് കാണിച്ചു തരും. ഓക്കെ. ഞാൻ ആ വീട്ടിലെത്തി. ഷൂസൊക്കെ എടുക്കാൻ വന്നത്. ഷൂസ് എടുക്കാൻ വന്ന
രണ്ടാളും കൊണ്ടുവന്നിട്ട് തന്നെ ഓ സെറ്റ്. ഓ ഇത് പാറും ലാമി കൊണ്ടുപോകും. കിട്ടി ഗൈസ്, ഷൂസൊക്കെ ഇട്ടിഞ്ഞ് നാളെ രണ്ടാളും ഒരുങ്ങി ഗൈസ്. അപ്പം അങ്ങ് ഇനി ജിമ്മിൽ വെച്ച്. അപ്പോൾ ഗൈസ് ഏകദേശം പർച്ചേസൊക്കെ കഴിഞ്ഞപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വേറൊരു വീഡിയോ വരാം. അപ്പോൾ ബൈ ബൈ.